എന്നെ ഏറ്റവും സ്നേഹിച്ചത് എൻ്റെ മാതാവായിരുന്നു. 2004 ഫെബ്രുവരി 16 കല്ലറ കൊണ്ട് ആ സ്നേഹം അവസാനിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവനാണ് അടുത്ത് എനിക്കൊരു സ്നേഹം തന്നത്. പല സ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ടതായ സ്ഥാനത്തിൻ്റെ ചേർത്ത് പിടിച്ചു, ആശ്വാസം തന്നു, വഴി നടത്തി. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അവസാന നിമിഷത്തിൽ എനിക്ക് വളരെയധികം വേദനയുണ്ട്. എങ്കിലും ഞാൻ ആശ്വസിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ രോഗക്കിടക്ക ഏറ്റവും അനുഗ്രഹമായിരുന്നു. പലപ്പോഴും ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നെ ഭാരപ്പെടുന്നില്ലേ? യേശുപ്പൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ടതല്ലേ? യേശുപ്പച്ചനോട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഇല്ല, ഞാൻ ഒരിക്കലും ഒന്നിനും പെറുപിറക്കുന്നില്ല. ഒരു പ്രാവശ്യം പോലും പെറുത്തില്ല. ഞാനാണെങ്കിലും എന്തെങ്കിലും പറയും. പക്ഷേ കർത്താവിൻ്റെ ദാസൻ ഒന്നും പറഞ്ഞില്ല. ജഡത്തിൽ വിതച്ചത് ജഡത്തിൽ കൊയ്യണം. അതിന് ഒരു പരിഹാരം ലഭിക്കാതെ കടന്നുപോയാൽ പ്രതിഫലം എനിക്ക് ലഭിക്കുകയില്ല. ആ പ്രതിഫലം പ്രാപിക്കുവാൻ എന്നെ വിശുദ്ധീകരിപ്പാൻ ദൈവം ഇവിടെ ആക്കിയിരിക്കുന്നു. ആ വിശുദ്ധീകരണം പ്രാപിച്ച് തികഞ്ഞവനായി കടന്നു പോകുവാൻ ദൈവം സഹായിച്ചു. തിങ്കളാഴ്ച എന്നോട് പറഞ്ഞു, ഇനി 5 ദിവസമേ ഉള്ളൂ. ഞാൻ ദൈവസന്നിധിയിൽ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചു. എന്നാൽ അപ്പോൾ ദൈവം എന്നെ ഒരു ദർശനം കാണിപ്പാനിടയായി. കർത്താവിൻ്റെ ദാസൻ്റെ നെഞ്ചിൽ നിന്നൊരു പടക്കം പൊട്ടും പോലെ പൊട്ടി അത് കത്തിപ്പോകുന്നതായിട്ട് കണ്ടു. അത് പ്രാർത്ഥിച്ച ഉടൻ തന്നെ എൻ്റെ പൈതൽ വിളിച്ചു പറഞ്ഞു, പപ്പയ്ക്ക് എയർ ബെഡുണ്ട്, അത് പോരാ, വലിയൊരു ബെഡ് വേണം. അതിനു വേണ്ടി ഞാൻ വാങ്ങാൻ അനിൽ ചേട്ടൻ ഏർപ്പാട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, മോനെ, ഞാൻ ഇപ്പം കണ്ട ദർശനം ഇതാണടാ, അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല മക്കളെ. അപ്പം ഏറ്റവും പെട്ടെന്ന് ദൈവസന്നിധിയിൽ എടുക്കപ്പെടും. അതുപോലെ എയർ ബെഡിൻ്റെ കാര്യം സംസാരിക്കാൻ കർത്താവിൻ്റെ ദാസൻ പ്രിയ അനിൽ ബ്രദർ എൻ്റെ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ വളരെ സീരിയസ് ആയിരുന്നു. ശനിയാഴ്ച പ്രിയപ്പെട്ടവൻ കടന്നു വന്ന് ഞാൻ പോയ ശേഷം പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു കടന്നുപോയി. എന്നാൽ അപ്പോൾ തന്നെ എനിക്ക് ഭാരം തോന്നി. ആ കർത്താവിൻ്റെ ദാസൻ ആ പ്രിയപ്പെട്ടവൻ നിൽക്കുമ്പോൾ തന്നെ അടുത്ത വീട്ടിലെ കൊച്ചു വന്ന് BP നോക്കി നോർമലായി കണ്ടു. അപ്പോൾ ആ പ്രിയപ്പെട്ടവൻ എന്നോട് പറഞ്ഞു, ഞാൻ പോയിട്ട് 5 മണിക്കൂറിനുള്ളിൽ കടന്നു വരാമെന്ന് കടന്നുപോയി. എന്നാൽ പ്രിയപ്പെട്ടവൻ കടന്നുപോയ ഉടൻ തന്നെ പ്രത്യേകിച്ച് ഒരു ശ്വാസത്തിൻ്റേതായ ഒരു വ്യത്യാസം ഉണ്ടാവുകയും ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആഞ്ഞു ഒരു ശ്വാസം വലിക്കുന്നതായിട്ട് കണ്ടു. ഞാൻ ചോദിച്ചു, എന്ത്? അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വിട്ട ശേഷം വീണ്ടും ഒരു ശ്വാസം കടന്നു വന്നു. അപ്പോൾ കുറേ കഫമൊക്കെ ഇങ്ങനെ വന്നു. ഞാൻ പഞ്ഞി കൊണ്ട് അതിനെ തുടച്ചു മാറ്റി. എന്നെ ഒന്ന് നോക്കെന്ന് പറഞ്ഞപ്പോൾ കണ്ണു തുറന്ന് എന്നെ നോക്കി. പോട്ടെന്ന് ഇങ്ങനെ കണ്ണു കാണിച്ചു. ഞാൻ പോകുന്നെന്ന് കണ്ണു കാണിച്ചു. കണ്ണടച്ചു. പെട്ടെന്ന് അടുത്തന്നെ ബസ്സിനെല്ലാം വിളിച്ചു. അവരെല്ലാം ഓടി വന്നു. അവർ വന്ന് പ്രിയ, മുനീർ, പൾസെല്ലാം നോക്കി. അങ്ങിലെ കയ്യിലിങ്ങനെ തട്ടുമ്പോഴേക്കും 3ാമത് വായി തുറന്നു ശ്വാസം വിട്ടു. കടന്നു പോകുവാനിടയായി. വളരെ ഭാരപ്പെട്ട എൻ്റെ പൈതലില്ല. എനിക്ക് വേണ്ടപ്പെട്ടവരാരും എനിക്കില്ല. ആകെ കൂടെ ഉള്ളത് അനിൽ ബ്രദറാണ് അടുത്തുള്ളത്. വളരെ ഭാരപ്പെട്ട് തക്ക സമയത്ത് ദൈവസഹായ ഉപകാരികളെ എല്ലാം ഒരുക്കി. ഞങ്ങളുടെ കുടുംബത്തിലെ പൈതൽ ഒക്കെ ഒരുക്കി എനിക്ക് എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്തു തന്ന് കർത്താവിൻ്റെ ദാസനെ സന്തോഷത്തോടെ അയക്കുവാനൊക്കെ ഇടയായ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പിള്ളേർ പൈതങ്ങൾ ദൂരതയിൽ ദുഃഖത്തോടായിരിക്കുന്നു. പ്രിയ ഹണിമോൾ വളരെയധികം ഭാരത്തോടായിരിക്കുന്നു. പ്രിയ പൈതങ്ങളെ ഓർത്ത നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ദാസൻ നല്ല പൊരുതു ഓട്ടം തികച്ചു. നീതിയുടെ കിരീടത്തിനായി കടന്നു പോയിരിക്കുന്നു. തനിക്ക് മാത്രമല്ല, തന്നെ പ്രിയം വെച്ച ഏവർക്കും നൽകുന്നതായ കിരീടം പ്രാപിക്കുവോളം ഞാനും വിശ്വസ്തയോടെ ഓടി ഓട്ടം തികച്ച നിത്യതയ്ക്കായി ഒരുങ്ങുക ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വളരെ ഭാരമുണ്ട്. ഒറ്റപ്പെട്ടതായ അവസ്ഥയിൽ ദൈവം തന്നെ താങ്ങി നടത്തേണ്ടതിനായി എല്ലാ ദൈവമക്കളും കർത്താവിൻ്റെ ദാസന്മാരും പ്രാർത്ഥിക്കണമെന്ന് ബഷീർ സാക്ഷി.